പ്രഭാഷകൻ 6-ാം അധ്യായം 5 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. സൗഹൃദം. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ 1000-ൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞേ സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടത ദിനത്തിൽ അവനെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശ കൂട്ടുകാർ കഷ്ടത ദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോടൊട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തുന്നവൻ ഒരു നീതി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവൻ്റെ മാഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവൻ്റെ സ്നേഹിതനും അവനെപ്പോലെ തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആമേൻ.